ഗൈസ്, എന്നാണ് വിശേഷം? എല്ലാവർക്കും സുഖാണോ? അപ്പൊ ഞാൻ എന്താണ് ഈ കത്തിവേഷത്തിലൊന്നല്ലേ, കത്തിവേഷം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടുത്തെ വെതറിന് ഇത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ആൾക്കാർ ചത്തുപോകും. ചത്തുപോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ, ദാറ്റ് വാസ് എക്സാജറേഷൻ. ബട്ട് എനിവേസ്, അപ്പൊ നമ്മള് ഇപ്പൊ മറന്നു പോയൊരു ഇൻട്രോ എടുക്കാനാണ് ഇവിടെ വന്നേക്കുന്നത്. ഇൻട്രോയും ഔട്ട്രോയും ഇല്ലാത്തൊരു ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ വീഡിയോസ് ആണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഐ ഡോണ്ട് ഹാവ് ഇൻട്രോ ഓർ ഔട്ട്രോ. അപ്പം ഞാൻ എടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മറ്റേ ബാക്കിൽ ഇറക്കുന്ന സാധനങ്ങളൊന്നും കാണുന്നുണ്ടാവും നിങ്ങൾ. അത് സീറ്റ് താത്തിട്ടങ്ങനെയാണ് സാധനങ്ങൾ കയറ്റാനായിട്ട്. ഇതൊരു ഹാച്ച് ബാക്ക് വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് സാധനങ്ങൾ കയറ്റാൻ വേണ്ടി ഞങ്ങൾ സീറ്റ് താത്തിയിടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിടക്കണത്. എനിവേസ്, അപ്പം ഈ വീഡിയോയിൽ ഇവിടെ കാനഡയിൽ ക്രിസ്മസ് അനുബന്ധിച്ച് ഉള്ള ഒരു കുഞ്ഞു സിറ്റിയിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ഓൺ ദിസ് വീഡിയോ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. കനേഡിയൻ കൾച്ചർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു സെലിബ്രേഷൻ ആണ് ക്രിസ്മസ്. ഡിസംബർ ആയാലും ഒരു ലൈറ്റ് പോലും ഇടാത്ത ഒരു കുഞ്ഞു സിറ്റി പോലും ഇവിടെ ഉണ്ടാവില്ല. എല്ലാ സിറ്റികളിലും അതിൻ്റെതായ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അവിടുത്തെ ഹൗസസും അതിനോട് യോജിച്ച് അങ്ങനെ ഒരു വലിയൊരു സെലിബ്രേഷൻ ആണ് ക്രിസ്മസ് ഇവിടെ. ഒരു വീട്ടിലോ ഒരു കുടുംബത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ക്രിസ്മസ് സെലിബ്രേഷൻ കാനഡയിൽ. എന്തിനേറെ പറയണോ, ഇവിടെ പല സിറ്റികൾക്ക് ക്രിസ്മസ് സിറ്റി എന്ന് പേരുണ്ട്. കാരണം ക്രിസ്മസിന്റെ ടൈമിൽ മാത്രം വെൻഡേഴ്സ് പുതിയതായിട്ട് വരികയും അവിടെ എക്സിബിഷൻസ് നടത്തുകയും പാട്ട് പാടുന്നവരുണ്ടാവുകയും അതിന് ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പേരിടുകയും അങ്ങനെ ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് ക്രിസ്മസിന്റെ സമയത്ത് നടക്കുന്ന ചെറിയ ചെറിയ സിറ്റീസ് ഉണ്ട്. അങ്ങനെ ഒരു സിറ്റിയിലാണ് ഇപ്പം നമ്മളുള്ളത്, സെന്റ് ജേക്കബ്സ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മിനിറ്റ് മാത്രം ദൂരത്തുള്ള ഒരു ചെറിയ സിറ്റിയാണിത്. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറുതല്ല കേട്ടോ, അത്യാവശ്യം വലിയ വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ബട്ട് ഫുൾ ഓഫ് ഇറ്റ് ഇസ് വിത്ത് ഫാർമിംഗ് ലാൻഡ്സ്. പിന്നെ ഇവരുടെ മെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു 500-600 മീറ്റർ, മേ ബി 600 മീറ്റർ അല്ല, അത് ഭയങ്കര കുറവായിരിക്കും, ഒരു 2 കിലോമീറ്റർ നമുക്ക് പറയാം. അത്രയും നീളത്തിൽ 2 സൈഡിലും കുറച്ച് ഷോപ്സ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ടാവും. ആ സ്ട്രീറ്റ് ആണ് ഇവരുടെ മെയിൻ സിറ്റി. ആ മെയിൻ സിറ്റിയിലാണ് ക്രിസ്മസിന്റെ ടൈമിൽ ഫുള്ള് ലൈറ്റ് ഒക്കെ ഇട്ട് അവിടെ പാട്ട് പാടുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഒരുപാട് ന്യൂ വെൻഡേഴ്സും ഒക്കെ വന്ന് എൻജോയ് ചെയ്യുന്നത്. ഈ ഒരു ഷോപ്പും ഒരു ക്രിസ്മസ് ഷോപ്പാണ്. ഇവിടെ വിൽക്കുന്ന സാധനങ്ങൾ ഒരു ഭൂരിഭാഗവും ക്രിസ്മസിന്റെ ഐറ്റംസ് മാത്രമാണ്. ഇവിടുത്തെ മെഴുകുതിരിയൊക്കെ കണ്ടോ, ഇത് ഒരു ഇൻഹൗസിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു മെഴുകുതിരിയാണ്. ബ്ലൂബെറി പൈ ആണ് അതിന്റെ ഫ്ലേവർ. നല്ല സ്മെല്ലുണ്ട്, സൂപ്പറായിരുന്നു അത്. എന്ത് രസമല്ല ഇതെല്ലാം കാണാനായിട്ട്. ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ പോലും എനിക്കിതൊക്കെ കണ്ടിട്ട് വാങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു. ബട്ട് വെൻ ഐ ചെക്ക് ദ പ്രൈസ് ഓഫ് ഇറ്റ് വാസ് സോ മച്ച്. ഇതിന് $72. ഈ തിളങ്ങുന്ന സാധനമൊക്കെ ഇല്ലേ, അതിനൊക്കെ $72 മാർക്കിങ്. ആൻഡ് ഐ വാസ് സോ ഷോക്ക് ടു സീ ദാറ്റ്. കടയുടെ നടുക്ക് തന്നെ ആയിട്ട് ഒരു പുള്ളിക്കാരൻ നിന്ന് ചൂലുണ്ടാക്കുന്നതാണ് കാണുന്നത്. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒത്തന്റിക് ആണെന്നുള്ള ആ ഒരു ഫീലിംഗ് കൂടെ കിട്ടും. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് പീപ്പിൾ ഹു ഈസ് സ്പെൻഡിങ് മണി ഹിയർ. ഇത് കണ്ടോ, ഇവിടെ വീടിന്റെ മുന്നിലൊക്കെ വെക്കുന്ന ബോർഡുകളാണ്. ഇതിനകത്ത് ഒരുപാട് ഫണ്ണി തിങ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ മെനനാറ്റ്സ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയാണ് താമസിക്കുന്നത്. അവരിലുള്ള ആൾക്കാരാണ് ഇവര്. ദിസ് വാസ് റിയലി ഫൺ ടു വാച്ച് ബിക്കോസ് $20 അവർ എൻറ്റയർ സെന്റ് ജേക്കബ്സ് കൊണ്ടേ കാണിക്കും ഈ വണ്ടിയിൽ. ഇവിടെ കാനഡയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കുഞ്ഞു സിറ്റീസിലും അവരുടെ ആ ലോക്കൽ വെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ബേക്കറീസ്, ഗ്രോസറി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ബേക്കറിയാണ് ഇപ്പം നമ്മൾ ഈ പോകാൻ പോണത്. ആൻഡ് ലുക്ക് അറ്റ് ദാറ്റ് ഗേൾ, ഷീ ഈസ് സോ ക്യൂട്ട്. സെന്റ് ജേക്കബ്സിൽ അതുപോലത്തെ ഒരു മെയിൻ ഗ്രൂപ്പാണ് സ്റ്റോൺ ക്രോക്ക് ലിമിറ്റഡ്. അവരുടെ തന്നെയാണ് അവിടെ തൊട്ടടുത്തുള്ള സെന്റ് ജേക്കബ്സ് ഗ്രില്ലും അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബുച്ചേഴ്സ് മാർക്കറ്റും എല്ലാം. ഈ കടകളിലെ എല്ലാ ഉള്ളിൽക്കൂടെ വഴിയുണ്ട്. നമുക്ക് ആ വഴിക്കൂടെ ഇങ്ങനെ ഓരോ കടകളിലേക്ക് മാറി പോകാൻ പറ്റും. ഞാനിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കൊല്ലത്തോളം വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ ബേക്കറിയിൽ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്ട്സ് ഒക്കെ കുറേയൊക്കെ നല്ലതാണ്, കുറച്ചൊക്കെ ഇത്തിരി ഫ്രോസൺ ഉണ്ട്. എന്നാലും മൊത്തത്തിലൊരു ഓവറോൾ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബേക്കറിയാണിത്. ഇവിടുത്തെ ഒരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ സാറ്റർഡേ ഈവനിങ് ആണ് ഇവരെല്ലാവരും എൻജോയ് ചെയ്യാനായിട്ട് ഇറങ്ങണത്. കാരണം സാറ്റർഡേ നമ്മൾ ഇപ്പോൾ ഇച്ചിരി വൈകി കിടന്നാലും പ്രശ്നമില്ലല്ലോ, സൺഡേ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് മൺഡേ നല്ല അടിപൊളിയായിട്ട് വർക്കിന് പോകാം. അപ്പോൾ ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണുള്ളത്. നമ്മളും അതുപോലെ ഒരു ദിവസത്തിലാണ് പോയേക്കുന്നത്, ഒരു സാറ്റർഡേ ഈവനിങ്ങിലാണ്. നല്ലോണം ആൾക്കാരുണ്ട് ഇവിടുത്തെ ഈ സ്ട്രീറ്റ് കാണാനും ഇവിടുത്തെ ലോക്കൽ വെൻഡേഴ്സിൻ്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട്. ഞാനിനി ബേക്കറിയുടെ സൈഡിൽ കണ്ട ഒരു ആൻറ്റിക് പീസ് പോലത്തെ ഒരു സാധനമാണിത്. എന്താണ് ഇതെന്ന് എനിക്കറിയില്ല. ഇഫ് യു എനിബഡി നോസ് ജസ്റ്റ് കമൻറ്റ്.
സെന്റ് ജേക്കബ് ഗ്രില്ലിന്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്ത് നേരെ ബുച്ചേഴ്സ് മാർക്കറ്റിലേക്ക് വന്നു. ഇതാണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്ത ബുച്ചേഴ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്റ്റോർ. ഈ സ്റ്റോറും ഒരു ഗ്രോസറി സ്റ്റോറാണ്. ഈ റോഡിന്റെ സെന്ററിൽ തന്നെയുള്ള ഒരു ഗ്രോസറി സ്റ്റോറാണിത്. അതുപോലെ തന്നെ സെന്റ് ജേക്കബ്സ് ഗ്രില്ലിന്റെ പാർട്ടി സൈഡിന്റെ അതുപോലെ തന്നെ റെസ്റ്റോറന്റിന്റെ നടുവിലായിട്ടാണ് ബുച്ചേഴ്സ് മാർക്കറ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഡോർ ഓപ്പൺ ആണ്. ഇത് ഇവിടുത്തെ ഡെല്ലി മീറ്റ് സെക്ഷൻ ആണ്. ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് സോസേജ് ഒക്കെ കാണുന്നത്. അപ്പൊ ആദ്യമായിട്ട് കാണുമ്പോൾ ഇതെന്താ സാധനം എന്നൊന്നും അറിയില്ല, എന്ത് മീറ്റ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പോലും ശരിക്കും പലപ്പോഴും വായിച്ച് മനസ്സിലാക്കാൻ പറ്റാറില്ല. അതൊക്കെ ഞാൻ യൂസ് ചെയ്ത് മുട്ടക്കറിയൊക്കെ പോലെ വെച്ചിട്ടൊക്കെ ഉണ്ട്. ബട്ട് ലേറ്റർ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇറ്റ്സ് നോട്ട് റിയലി ഗുഡ് ഫോർ യുവർ ഹെൽത്ത് ബിക്കോസ് ഇറ്റ് ഹാവ് ഹൈ സോഡിയം ഇൻ ഇറ്റ്. അതിനുശേഷം ഞാൻ അതൊന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ അതിനോടൊപ്പം തന്നെ അതിന് യൂസ് ചെയ്യുന്ന സോസസും ബ്രെഡ്സും ഒക്കെ ഈ ഒരു സെക്ഷനിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇവിടെ. Strong cheese. This is a little bit more lighter. I like this one, but I don't remember which one it was. വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വെറൈറ്റി. കണ്ടോ, വാഴയ്ക്ക ഇട്ട ചോക്ലേറ്റ്, ചില്ലി ഫ്ലേക്സ് ഇട്ട ചോക്ലേറ്റ്, മിന്റ് ഇട്ട ചോക്ലേറ്റ്, വേറെന്ത് വേണം? ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊക്കെ ഇവർ ഇൻഹൗസ് ഉണ്ടാക്കുന്നതാണെന്നാണ് പറയണത്. എന്തായാലും ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇവർ യൂസ് ചെയ്യണത്. കണ്ടിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിവേസ് ഇത് ഹൈലി പ്രൈസ്ഡ് ആയിരുന്നു, സോ അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല. കണ്ടോ, പ്രെറ്റ്സൽ എന്നാണ് ഈ സാധനത്തിന്റെ പേര്. എന്താ സാധനം എന്ന് എനിക്കറിയില്ല. ഞാൻ പണ്ട് ഉണ്ടായിട്ടുണ്ട് പ്രെറ്റ്സലിന്റെ സാധനം. ഒരു ചിപ്സ് പോലത്തെ സാധനമാണ് വിത്ത് മൈദ, വിത്ത് സോൾട്ട് ആൻഡ് ലിറ്റിൽ ബിറ്റ് ഷുഗർ ഇൻ ഇറ്റ്. ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. ഓ, ഇത് ഗാർലിക് ഫ്ലേവർ പോർക്ക് റൈൻസ് ആണ്. പോർക്ക് റൈൻസ് ആണോ ഞാൻ തിന്നുന്നത്? അല്ല, കെറ്റിൽ ചിപ്സ് ആണ് തിന്നാൻ കിട്ടുന്നത്. അല്ല, പലതരം മാരിനേഷനും ഫില്ലിങ്സും ഒക്കെ ആയിട്ട് മീറ്റ് സെറ്റ് ചെയ്തേക്കണേണിത്. Really good. Get notes of apple. You get a lime. It feels really good. Strong. Yeah. Really strong. ഫ്രീ ആയിട്ട് കിട്ടിയ ആസിഡ് കുടിക്കുന്നതാണല്ലോ. അപ്പൊ ഞാൻ കിട്ടിയതൊന്നും വിട്ടില്ല, എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടാ പോകുന്നത് അവിടുന്ന്. Barbecue, which I actually don't like. And a pig in the shape of the so cute, right? സെന്റർ ഓഫ് ദ സിറ്റി മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പാർക്കിൾസ് വെച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചർച്ചിന്റെ സൈഡും അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് റെസ്റ്റോറൻറ്റ്സും ഷോപ്സും ഒക്കെയാണ്. ഇങ്ങനത്തെ സ്മോൾ സിറ്റീസിൽ ശരിക്കും ഇവരുടെ ഒരു കച്ചവടം അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള കച്ചവടം എന്ന് പറയുന്നത് ഈ ക്രിസ്മസിന്റെ ടൈമിലാണ് നടക്കുന്നത്. ഇവിടെ കൂടുതലും ക്രിസ്മസിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ തന്നെയാണ് അവർ ആ ഒരു കൊല്ലം കാലവും സാധനങ്ങളായിട്ട് ഉണ്ടാക്കുന്നതും മേടിച്ചു വെക്കുന്നതും എല്ലാം തന്നെ. അവരുടെ മെയിൻ സെയിലിംഗ് ടൈം എന്ന് പറഞ്ഞ് അവർ ഫോക്കസ് ചെയ്ത് വെക്കുന്ന ടൈമാണ് ഈ ഒരു ക്രിസ്മസിന്. ഇവർ ഈ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന ആ ഒരു ടൈം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കടകളും കയറി കാണാം. ഒരു കൈൻഡ് ഓഫ് ലൈക്ക് എൻ എക്സിബിഷൻ അങ്ങനെ ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മേളയൊക്കെ വരില്ലേ, അവിടെ ഇപ്പം നമ്മൾ എല്ലാ സ്റ്റോറിലും പോയി എത്തി വലിഞ്ഞ് നോക്കത്തില്ലേ എന്നൊക്കെ സാധനങ്ങളുണ്ട് ഇവിടെ എന്നൊക്കെ. അതുപോലെയാണ് ഇവിടെ എല്ലാ കടയിലും ഒന്നും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് കയറി കാണാം. നല്ല രസമായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതേ കണ്ടോ, ഒരു ആർച്ച് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ്, ഒരു ഫോട്ടോ സ്പേസ് ആണത്. പിന്നെ അവിടെ മിസിൽട്ടോയും ഉണ്ട്. മിസിൽട്ടോയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, അറിയാവുന്നവർക്ക് അറിയാം മിസിൽട്ടോന്റെ സ്പെഷ്യാലിറ്റി. എനിക്ക് സെന്റ് ജേക്കബ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റോറാണിത്, ഏഞ്ചൽ സ്റ്റോർ എന്നാണ്. അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റം അത്ര നൈസ് ഒന്നും അല്ലായിരുന്നു, അവർ കുറച്ച് റൂഡൊക്കെ ആയിരുന്നു. ബട്ട് എന്തായാലും അവർ സെറ്റ് ചെയ്തേക്കണം കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. കടയുടെ സെൻറ്ററിൽ തന്നെ ഒരു ഐലൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. മൊത്തം ഒരു വൈറ്റ് ആൻഡ് ഗോൾഡൻ തീമിലായിരുന്നു അവർ ആ കട ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു സ്റ്റോറായിരുന്നെങ്കിലും പുള്ളിക്കാരി മൊത്തത്തിലൊരു ഓക്വേർഡ് മനുഷ്യത്തിയായിരുന്നു ഓണറായിട്ടുണ്ടായിരുന്ന സ്റ്റോറിന്. അവരെന്നെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. ബിക്കോസ് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി അവിടെ. ഞാൻ ആ ഓക്വേർഡ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ ക്രിസ്മസ് പാട്ടും ആൾക്കാരും ബഹളവും എല്ലാം കൂടെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഓക്കെ ആയി. ലൈറ്റ്സ് പിന്നെ നമ്മുടെ ലൈഫിനെങ്ങ് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാറുണ്ട് എപ്പോഴും. എനിക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ, ഇതൊരു ഇഗ്ലൂ റെസ്റ്റോറൻ്റ് ആണ്. നൈസ് അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ എല്ലായിടത്തും തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. കാരണം ഫോട്ടോസ് എടുക്കലാണല്ലോ ഇപ്പോഴത്തെ ഒരു മെയിൻ കാര്യങ്ങൾ.
ഇത് ഇവിടുത്തെ ഒരു ക്ലോത്തിങ് സ്റ്റോറാണ്. ഇവരുടെ തീം തന്നെ വൈറ്റാണ്. അപ്പോൾ അതിന് ചേരുന്ന ഡെക്കറേഷനാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത് ഇവിടെ. നല്ല രസമല്ലോ ഇതിനെ കാണാനായിട്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ മുകളിലേക്ക് വേറെ വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ ആ വെൻഡേഴ്സിനും അതുപോലെ തന്നെ ഒരു ഫിനാലെ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഈ എൻഡ് സെറ്റ് ചെയ്തത്. ഇവിടെ തന്നെയാണ് പാട്ടൊക്കെ പ്ലേ ചെയ്യുന്ന ആൾക്കാരും ഉള്ളത്. ഇതൊരു പ്രത്യേക രസമുള്ളൊരു എന്താ പറയുക, ഈ പടികളൊക്കെ കയറി ചെല്ലുമ്പോൾ ലൈറ്റ്സ് തന്നെ മുകളിലുള്ളതുകൊണ്ട് പ്രത്യേക വൈബാണ് അവിടെ ആ ഒരു എൻഡ് കാണാൻ കൂടി. എനിക്കറിയില്ല പുള്ളി പാടുന്ന പാട്ട് ഏതാണെന്നൊന്നും, ബട്ട് എനിക്ക് ഒരു പേടി എന്തായാലും വല്ല കോപ്പറേറ്റൊക്കെ കിട്ടുമെന്ന് എനിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാനത് സൗണ്ട് കട്ട് ചെയ്തത്. എന്തായാലും ആ ഒരു എൻഡ് ഏരിയ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് റിട്ടേൺ നടക്കാം. ഈ എൻഡിൽ നിന്ന് സെൻറ്റ് ജേക്കബ്സ് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ എന്ത് രസമല്ലേ ഇത് കാണാനായിട്ട്. ഈ നൂരൊക്കെയുള്ള ലൈറ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതൊക്കെ എൻജോയ് ചെയ്ത ആൾക്കാർ നടക്കുന്നതും ഒക്കെ ഒരു വൈബാണ് ഇവിടുത്തെ. ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ പറയുക, ഇവരെല്ലാവരും 8 മണിയും തികർച്ച് വീട്ടിൽ പോയി കടകളിൽ. ഇപ്പോൾ നമ്മൾ 8 മണി ആയിട്ടുള്ളൂ ഇവിടെ, എല്ലാവരും വീട്ടിൽ പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എന്താ രാത്രി 10-12 മണി വരെ കട തുറന്നു വെച്ചാലും they want to sell things. ഇവരങ്ങനെയല്ല, they want to sell things but they do want to live their life. ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി 10 മണിക്ക് എന്നാലും പലചരക്കട തോന്നിട്ടുണ്ടോ. ഇവിടെ വാൾമാർട്ട് അങ്ങനെ ഭയങ്കര വലിയ ഷോപ്സ് അല്ലാതെ ലോക്കലായിട്ടുള്ള കടകൾ, എസ്പെഷ്യലി ഇതുപോലെ ചെറിയ ടൗണിലുള്ള കടകളൊന്നും തന്നെ ഓപ്പൺ അല്ല. വളരെ മിനിമലായിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനോട് നടക്കുക സെൻറ്റ് ജേക്കബ്സ് സ്ട്രീറ്റിൽ നിന്നും പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറും പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന 2-3 കടകൾ ഒഴിച്ചാലും ഒക്കെ എല്ലാം അടച്ചിട്ടുണ്ട്. ഈവൻ അവിടെ ചുവട്ടിലൊരു കോഫി ഷോപ്പ് ഉണ്ടായിരുന്നു, അതുവരെ അടച്ചു. ഈ സൈഡിൽ കാണാനാണ് നമ്മൾ ആദ്യം കണ്ട ഇഗ്ലൂ റെസ്റ്റോറൻറ്റ്. നല്ല ഫേമസ് ആണ് ഈ ഇഗ്ലൂ റെസ്റ്റോറൻറ്റ് ഇവിടെ. ബട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഒരിക്കൽ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നല്ല രസമല്ലേ കാണാൻ തന്നെ. ശരിക്കും സെൻറ്റ് ജേക്കബ്സ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ട് തിരിയണം, എവിടെ പോയി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഒരു സംശയമാവും. കാരണം എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല ഭംഗിയാണ് അവിടെ കാണാൻ മൊത്തത്തിൽ. വാട്ടർലൂ റീജിൻ്റെ ഒരു ക്രിസ്മസ് ട്രെയിലുണ്ട്, അതിലും ഇൻക്ലൂഡഡ് ആണ് ഈ മിസിൽട്ടോ സ്റ്റേഷൻ. അപ്പോൾ മിസിൽട്ടോൻ്റെ പ്രത്യേകത അറിയാലോ ആൾക്കാർക്ക്. ഇഫ് 2 people comes under മിസിൽട്ടോ ദേ സപ്പോസ് ടു കിസ് എന്നാണ്. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഞാൻ ക്രിസ്മസ് മൂവീസ് കണ്ടിട്ടുള്ള അറിവാണ് എനിക്ക്. എന്നെ ട്രോളാനൊന്നും വരരുത് ആൾക്കാർ, അറിയാവുന്നത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിവേസ്, ഇത് നമ്മൾ സെൻറ്റ് ജേക്കബ്സ് എൻ്റർ തന്നെ ചെയ്യുമ്പോൾ ഉള്ളൊരു ക്ലോത്തിങ് സ്റ്റോപ്പാണ്. ഒരു സൈഡിൽ റെഡ് ആൻഡ് ബ്ലാക്ക് തീമാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡ് അവർ ഗ്രീൻ ആൻഡ് വൈറ്റ് തീമാണ് കൊടുത്തേക്കണേ. ആൻഡ് ഇറ്റ് ലുക്സ് സോ അമേസിങ്. എന്ത് രസമല്ലേ കാണാൻ. I always love red color. Oh my god. The whole setup is so good. പിന്നെ സെൻറ്റ് ജേക്കബ്സിൽ നിന്ന് ഒരു ക്രിസ്മസ് ട്രെയിൻ ഉണ്ട് കേട്ടോ. ആ ക്രിസ്മസ് ട്രെയിനിന് വേണ്ടി സ്റ്റേഷൻ സെറ്റ് ചെയ്തേക്കണാണ് ഇത്. അതിൻ്റെ ചുറ്റുവട്ടത്ത് നല്ലോണം ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ആൻഡ് ഇത് സെൻറ്റ് ജേക്കബ്സ് മാർക്കറ്റിൻ്റെ ബാക്കിലാണ് സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ ഇതുവഴി വന്ന സ്ഥിതിക്ക് ഔട്ട്ഡ്രോയിങ്ങിൻ്റെ എടുത്തിട്ട് പോകുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോയുടെ ഔട്ട്ഡ്രോയും ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ സെൻറ്റ് ജേക്കബ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കണു. ഞങ്ങളെന്നല്ല ഞാൻ വിചാരിക്കണു നിങ്ങൾക്ക് സെൻറ്റ് ജേക്കബ്സ് ഇഷ്ടപ്പെട്ടു എന്ന്. ഇനി ഇതുപോലത്തെ ഒരുപാട് കണ്ടന്റ്സ് വരാനുണ്ട്. ആസ് ഐ സെഡ് ബിഫോർ, മൾട്ടിപ്പിൾ വീഡിയോസാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് എനിക്ക് കിട്ടണില്ല. എനിവേസ്, അത് കുഴപ്പമില്ല. എന്തായാലും ഞാൻ മുഷ്ടപ്പെട്ട് ഞാനത് ചെയ്തിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, എവറിത്തിങ് ഡു പ്ലീസ് ഫോർ മീ, ജസ്റ്റ് ടു സപ്പോർട്ട് മീ. ആൻഡ് ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഇതാണ് എൻ്റെ ഊർജം. വെൻ യു ഗൈസ് ഡു ദിസ്, വെൻ യു ഗൈസ് സപ്പോർട്ട് മീ, ഈവൻ 1 person സബ്സ്ക്രൈബിങ് ദിസ് ചാനൽ, നിങ്ങൾക്ക് അറിയില്ല അത് എത്ര എഫക്ട്ഫുൾ ആണ് എനിക്കെന്നുള്ളത്. ഒരൊറ്റ രാവിലെ എനിക്ക് ഞാൻ ഫസ്റ്റ് തിങ് വേറെ ഒന്നിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം ചെക്ക് ചെയ്യണത് എൻ്റെ ചാനലിൽ ഒരാളെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എക്സ്ട്രാ. ആ ഒരാൾക്ക് ആ ഒരാൾ എവിടെയാണെങ്കിലും എനിക്കറിയില്ലാത്ത പലരും ആവും അത്. ആ ഒരാൾക്ക് ഞാൻ അപ്പോൾ താങ്ക്സ് അത് ഞാൻ പറയാതിരിക്കാറില്ല. അപ്പോൾ പ്ലീസ് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. അപ്പോൾ ഇഫ് യു ഗൈസ് ആർ ലൈക്കിംഗ് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു ഗെറ്റ് മോർ കണ്ടന്റ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.